ഹലോ, സോ വെൽക്കം ടു മൈ അനദർ ലോങ് വീഡിയോ. ഇന്ന് ഒരു ഫ്രൈഡേ വ്ളോഗാണ്. ഡേ ഇൻ മൈ ലൈഫിന് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് വിളിക്കാൻ പറ്റൂല, കാരണം ഇത് ഞാൻ രാവിലെ മുതൽ ഷൂട്ട് ചെയ്തിട്ടില്ല. ഫുള്ള് രാത്രി വരെ അല്ലേനും. അതിനോട്ട് ജസ്റ്റ് ഒരു വ്ളോഗ് അത്ര തന്നെ ഇതിനെ പറയാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ പറയണു, എൻ്റെ ട്രൈപോഡ് പൊട്ടിയതായി അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഞാൻ ഒരു ട്രൈപോഡിൻ്റെ നിലക്കാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. സോ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത ട്രൈപോഡ് ഓർഡർ ചെയ്ത് വരുന്ന വരെ ഇതുകൊണ്ട് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അപ്പം ഇങ്ങനെ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിക്ക് ആദ്യം ഒരു നല്ല ബീഫ് അല്ലെങ്കിൽ ചിക്കൻ ഒക്കെ ആയിരിക്കും. എൻ്റെ വീട്ടിൽ ബീഫ് ഇല്ല, അതിനോട്ട് തന്നെ നമ്മൾ ചിക്കൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ പൊരിച്ചതായിരുന്നു കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ലോണം മസാലയൊക്കെ തിരുമ്പി അവിടെ അങ്ങനെ വെക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പരമാവധി നേരത്തെ ഫ്രഷ് ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് മൈൻഡിനൊരു നല്ല ഫ്രഷ് ഫീൽ കിട്ടും അങ്ങനെ നേരത്തെ ഫ്രഷായിട്ട് കുളിച്ച് മാറ്റി ഇരിക്കുമ്പോൾ. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് തന്നെ നല്ലൊരു അടിപൊളി ഡ്രസ്സൊക്കെ ഇടുക, അപ്പം തന്നെ നമുക്കൊരു നല്ലൊരു പ്രൊഡക്റ്റീവ് ഫീൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുളിച്ച് ഫ്രഷായി വന്ന് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ആക്കാനും വേണ്ടി വെക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് എന്ന് പറയാതിരിക്കാനും വേണ്ടിയിട്ട്, കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പണികളൊക്കെ ഒരുക്കണമല്ലോ. അതിനോണ്ട് വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പണിയെടുക്കണ ആ ഒരു തത്രപ്പാടിൽ വീഡിയോ എടുക്കലൊന്നും നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു ഫ്രൈഡേ വ്ളോഗ് എടുക്കണം എന്ന് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പിന്നെയും കുറച്ചുകൂടി കേട്ടെ എന്നിങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇനിയും വൈകിപ്പിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. അതിനോട്ടാണ് ഞാൻ ഈ ടൈമിലെങ്കിലും വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ വലിയൊരു പൊലിവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ ചാനൽ തുടങ്ങിയ ആ ഒരു ഇതായത് കൊണ്ട് ഞാൻ പറഞ്ഞതല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഏതൊക്കെ ആംഗിളിൽ നിന്ന് വീഡിയോ എടുക്കണം, എങ്ങനെ വീഡിയോ എടുക്കണം, എങ്ങനെ അതിനെ എഡിറ്റ് ചെയ്യണം എന്നൊന്നും എനിക്കതിനെ പറ്റിയിട്ട് വലിയ ധാരണ ഒന്നുമില്ല. പിന്നെയും ഞാൻ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് അത്യാവശ്യം നല്ലൊരു അടിപൊളി ബ്യൂട്ടിഫുൾ വീഡിയോ ആക്കി മാറ്റണമെന്ന് തന്നെ ഉള്ളൂ ഞാൻ. പിന്നെ എൻ്റേതായിട്ടുള്ള ആ ഒരു രീതിക്ക് ഞാൻ അതിനങ്ങോട്ട് അപ്ലോഡ് ചെയ്യണു, അത്രേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ ഒരു പൊട്ടി ട്രൈപോഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഇതെപ്പോൾ വീഴും എന്ന് പറയാൻ പറ്റൂല, ആ ഒരു നിലക്കാണ് നിൽക്കുന്നത്. ഇത് വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. എന്നാലും ഈ ട്രൈപോഡ് വെച്ച് വീഡിയോസ് എടുക്കുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. എന്നുവെച്ചാൽ നമുക്ക് ഇതിങ്ങനെ സെറ്റാക്കി നിർത്തുമ്പോൾ തന്നെ ഒരുപാട് ടൈം അവിടെ തന്നെ പോവും. സോ അതിനോട്ടാണ് ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ വരും, കമ്മിങ് സൂണാണ്. പിന്നെ ചിക്കൻ ഇങ്ങനെ കിടന്ന് മൊരീനീൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വയറിന്ന് എന്തെങ്കിലും വിളിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് അതിനങ്ങോട്ട് ഒതുക്കും. പിന്നെ ചിക്കൻ അതിൻ്റെ ഫസ്റ്റ് ട്രിപ്പ് കോരി ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റത്തെ ആ ഒരു കുഞ്ഞി പീസ് ഉണ്ടല്ലോ, അത് പൊരിച്ച ആളെന്നെ കഴിക്കണം, അത് നിർബന്ധമാണ്. പിന്നെ നമ്മൾ ചിക്കനൊക്കെ പൊരിച്ച് ഇങ്ങനെ ചോറൊക്കെ മുന്നിൽ വെച്ച് അതിങ്ങനെ കൈ കൊണ്ടുപോയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ക്യാമറ ഓണാക്കി വന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത്. ഇതിലിപ്പോൾ കാണുമ്പോൾ ഒരുപാട് സാധനങ്ങളുള്ള പോലെ തോന്നുന്നില്ലേ? അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ അറിയുമോ നിങ്ങൾക്ക്? ഇതിലെൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങ അച്ചാറുണ്ട്, മാങ്ങയും കൊണ്ടുള്ള അച്ചാറുണ്ട്, മാങ്ങ ഉപ്പിലിട്ടതുണ്ട്, പിന്നെ അതേപോലെ തന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഓൾറെഡി കോണ്ടൻറ്റ് വീഡിയോസായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടം ഉണ്ട്, കൊണ്ടാട്ടമുളകുണ്ട്. ഇതിലാകെ മെയിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ചിക്കൻ പൊരിച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ കറി എന്നോട് ചോദിക്കരുത്, അത് ഉമ്മാൻ്റെ റെസിപ്പിയാണ്. എന്തോ ഒരു കറിയാണത്, എന്ത് കറിയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മധുരം കഴിക്കൽ നിർബന്ധമാണല്ലോ. മധുരം കഴിക്കാനും മുട്ടായൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, അതിനോട്ട് ഒരു കപ്പ് കേക്ക് ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചു. പിന്നെ ജസ്റ്റ് ഒന്ന് കിടന്നതേ ഉള്ളൂ, ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഒരു റെസിപ്പി വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്ത് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നോക്കാം, എടുത്ത് കാണാം. ഓക്കെ, അങ്ങനെ ആ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം വൈകുന്നേര സമയം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ മെല്ലെ പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കിയപ്പോഴും അപ്പോഴും കുറച്ചൊക്കെ വെയിലുണ്ടായിരുന്നു കേട്ടോ. ഉച്ച സമയത്ത് താങ്ങാൻ കഴിയാത്ത വെയിലാണിപ്പോൾ. ഏകദേശം ഒരു 4 മണി 5 മണിയൊക്കെ ആയാലും ഇതേപോലെ തന്നെ വെയിലുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ എത്ര വെയിൽ പോയിട്ടാണ് ഒരു 4:30 സമയത്തൊക്കെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്.
ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരുന്നത് എന്താ അറിയോ, നമ്മൾ കാർ പോർച്ചിൽ വണ്ടി ഉണ്ടല്ലോ, അത് ഈ ഫ്ലോർ കോട്ട് അടിക്കാനും വേണ്ടിയിട്ട് അപ്പുറത്തെ മേലത്തെ വീട്ടിൽ കൊണ്ടുപോയിട്ടിരിക്കണേ. അത് ഇന്ന് രാത്രി ഇവിടെ കൊടുന്ന് നിർത്തും നമ്മൾ. ഓക്കെ, പിന്നെ അങ്ങനെ കുറച്ച് നേരം ഊനാലൊക്കെ ആടി ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആസ്വദിക്കാനൊന്നും പറ്റൂല, കാരണം ആ ഊനാൽമക്കാണ് ഫുള്ള് വെയിലും വരുന്നത്. കണ്ടില്ലേ, ഈ ഊനാലിൻ്റെ നേരെ ബാക്കിലാണ് നമ്മൾ റംബൂട്ടാൻ മരമുള്ളത്. ആ റംബൂട്ടാൻ മരത്തിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ സൂര്യൻ ഇങ്ങനെ കറക്റ്റ് ഊനാൽമക്ക് ഇങ്ങനെ വരുന്നത് കാണാം. പിന്നെ നമ്മൾ ചെടികളൊക്കെ കൊണ്ടുപോയിട്ട് ഒരു മൂലക്കണ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ സെറ്റാക്കാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇനി. നമ്മളിന്ന് ആ റെസിപ്പി വീഡിയോയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സാധനം ഇതാണ് കേട്ടോ. ഇത് നേന്ത്രപ്പഴം കൊണ്ടുള്ളൊരു ഐറ്റം ആണ്. ഇത് സ്റ്റീം ചെയ്യാനും വേണ്ടിയിട്ട് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്തത്. പിന്നെ അതായി അതൊക്കെ റെഡിയാക്കിയിട്ട് ഇതാ ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കാനും വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ചെടികൾ വെക്കണേ കൊണ്ട് എനിക്കും ഇമ്മാക്കും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളെ വീടിൻ്റെ ആ ഒരു ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെടികൾ വെക്കണം, എന്നാലേ ആ ഒരു ഭംഗി അറിയുള്ളൂ. ഇവിടെ വെക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേനലിൻ്റെ സമയത്ത് ഇവിടേക്ക് ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികൾക്കൊക്കെ ഭയങ്കര വാട്ടമായിരിക്കും. അപ്പോൾ നല്ല വെയിൽ താങ്ങാൻ കഴിയുന്ന ചെടികൾ മാത്രമേ ആ സൈഡിൽ വെക്കുള്ളൂ കേട്ടോ. പിന്നെ എന്നും രാവിലെ വൈകുന്നേരം നനയ്ക്കണം. ഒരു ദിവസം നനച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തിന് കാണേണ്ടി വരില്ല, അത്രക്ക് വാടിയിട്ടായിരിക്കും നിന്നിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിന് എന്തോ ഒരു ഇടങ്ങേറായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇന്നും തിന്നണുണ്ട് കുടിക്കണുണ്ട്, അതേപോലെ തന്നെ ആണല്ലോ അവർക്കും. ഒരിക്കൽ ഇതാണല്ലോ ഒരു ഫുഡ്, ആ ഒരു നിലക്കാണല്ലോ നമ്മൾ ഒരിക്കൽ വെള്ളം കൊടുക്കണത്. അങ്ങനെ ചെടികളൊക്കെ നനച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു താത്ത നമുക്ക് മുട്ടയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അധികവും ഈ താത്താൻ്റെ അടുത്ത് തന്നെയാണ് മുട്ട വാങ്ങിക്കലുള്ളത്. ആ താത്താൻ്റെ വീട്ടിൽ കോഴികൾ ഇടണ മുട്ടയാണ് കേട്ടോ, വീട്ടിലത്തെ കോഴികൾ ഇടണ മുട്ടയാണ്. പിന്നെ ഏകദേശം രാത്രിയൊക്കെ ആവാനായി. നമ്മളും നേരെ മുന്നിലുള്ള പോസ്റ്റുകൾ ലൈറ്റൊക്കെ കത്തി ഇതാ കണ്ടോ. അങ്ങനെ ഗേറ്റൊക്കെ അടച്ച് ഉള്ളിൽ കയറാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെന്താ നമ്മളെന്നും ചെയ്യണ കാര്യങ്ങൾ തന്നെ, ഗേറ്റ് അടക്കണു, ഡോർ അടക്കണു, ലൈറ്റ് ഇടണു, പുറത്തേക്ക് ലൈറ്റ് ഇടണു, അങ്ങനെയൊക്കെ കൊതുക് തിരി കത്തിക്കുന്നു. ഒരു സ്ഥിരം ഒരു ഡെയിലി റൂട്ടീനാണ് കേട്ടോ ഇതൊക്കെ. ഒരു രാത്രിയാകാൻ സമയത്തുള്ള അധികം വീടുകളിലും ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഫ്രൈഡേ ഉണ്ടാകൽ. ഇതിലിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തന്നെ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പം അത്രേ ഉള്ളൂ. ബൈ.